തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കലുമായി എത്തിയിട്ടുള്ള ടിപ്പറുകൾ ഇവിടെയുള്ള കമ്പംമെട്ട് പ്രദേശത്തുള്ള ഡ്രൈവർമാർ തടയുന്നു, അവരെ മർദ്ദിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? മാർച്ചിൽ ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ഒരു അക്രമ സംഭവം ഉണ്ടായത്. അതായത് ഹൈറേഞ്ച് മേഖലയിൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ക്വാറികളില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ഹൈറേഞ്ച് മേഖലയിലേക്ക് കരിങ്കല്ലെത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തമിഴ്നാട് പാസ് നൽകുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അത് ഉന്നയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ കമ്പംമേട്ട് ചെക്ക് പോസ്റ്റിലും അതോടൊപ്പം തന്നെ കുമിളിയിലും ഈ വാഹനങ്ങൾ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അതിനുശേഷം ഈ ഡ്രൈവർമാരെ മർദ്ദിക്കുകയും ഈ വാഹനങ്ങളുടെ ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ നിർമ്മാണ മേഖലയിൽ ഇത്തരം നടപടികൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. അങ്ങനെ ആസൂത്രിതമായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണോ ഇതിൻ്റെ പിന്നിലെന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് CPM അടക്കം ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ചില സമരങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു നടപടിയാണെന്ന് നമുക്ക് പൂർണ്ണമായും കരുതാൻ കഴിയില്ല. കാരണം ഇത്തരം കരിങ്കല്ലുകൾ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തു നിന്ന് എത്തിയാൽ മാത്രമേ നിർമ്മാണ മേഖല മുന്നോട്ട് പോകൂ. അപ്പോൾ അത് തടയുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിർമ്മാണ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്.